എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രയലർ വീണ്ടും കാണാൻ പോവാണ്. ഇത് നമ്മുടെ ഒരു ആചാരമാണ്, നമ്മളത് തെറ്റിക്കൂല, ഒരിക്കലും തെറ്റിക്കൂല. അതെ, പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ സിനിമകളുടേത്. അപ്പോൾ ഏറ്റവും കൂട്ടത്തില് കൊമ്പൻ്റെത് നമ്മൾ എന്തായാലും റീവാച്ച് ചെയ്യണ്ടേ? പിന്നെ ഈ ട്രെയിലറൊക്കെ റീവാച്ച് ചെയ്തില്ലേ പിന്നെ ഏതാണ് ചെയ്യുക? ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സത്യം. മാത്രല്ല ഞാൻ ആൾറെഡി ഇപ്പോ സെഞ്ചുറി അടിച്ചു നിൽക്കുക. ഞാൻ എത്ര പ്രാവശ്യം കണ്ടെന്ന് നമുക്ക് തന്നെ അറിഞ്ഞു. പക്ഷേ ഇനി കാണുമ്പോഴും ആവേശത്തിന് ഒട്ടും കുറവുണ്ടാവും. അതാണ്, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഒരു ആവേശം അതായത് ചോർന്ന് പോകുന്നേ ഇല്ല. കാരണം ഭയങ്കരമായിട്ടുള്ള റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. എന്താ ട്രെയിലർ, എന്താ ഫീല്, എന്തൊരു രസം, എന്തൊരു മൂഡ്. അതാണ്. എന്താണെങ്കിലും നമുക്ക് ഒന്നുകൂടി കാണാം. ഒന്നും കൂടി അല്ല, 101ാമത്തെ പ്രാവശ്യം കാണാം. അത് ശരി, ഓക്കെ, റെഡി. ലൈക്ക് എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്, അവരാണ് എന്റെ മക്കൾ. ടോവിനൊക്കെയുള്ള കൊട്ടന്നെയാണ് ആ ഡയലോഗ് അല്ലേ? ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെ, ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കണ്ടോ, അതിലുണ്ടല്ലോ. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Now you're going live. 5, 4, 3. കുറച്ച് രാജ്യങ്ങൾ നോക്ക്. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് ഈ സാധനമാണ് കേട്ടോ. വല്ലാത്ത സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ പിന്നെ ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാറിങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, come back. Save your land. Jungle play. God's own country. Save your land. Save God's own country now. എന്തൊരു ലുക്കാണത് അങ്ങോട്ട്. കേട്ടോ, But answer this one question. Who are you really? Lucifer. ഇത് തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിലർ.
ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഇല്ല. ഇനി അതിന് വേറെ, അതെ, ഇനി വേറെ ഇതിനേക്കാളും വലുത് വരണം. അതാണ്, അല്ലാണ്ട് ഇതുവരെ വന്നതിനകത്തൊന്നുമില്ല. അതാണ് മികച്ചതിൽ മികച്ചത്. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച എടുക്കുമ്പോൾ അതിൽ ഏറ്റവും മികച്ച നിൽക്കുന്നു. സംഭവം. ഇനി ഇതിനകത്ത് കുറെ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്ന ടോവിനോയും മഞ്ജു വാര്യറും തമ്മിലുള്ള ചെറിയൊരു ക്ലാഷ് വരുന്നുണ്ട്. പിന്നെ ടോവിനോന്റെ സ്വഭാവം കുറച്ചങ്ങ് മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് എന്തായാലും ഡീകോഡ് ചെയ്യുമ്പോൾ പറയാം. തീർച്ചയായിട്ടും ഡീകോഡിങ് വീഡിയോ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിനകത്ത് പറയും. എന്നാലും പറഞ്ഞു പോണല്ലോ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു ഉള്ളൂ. കുറെ സംഭവങ്ങളുണ്ട്. അതെ, ഒരുപാട് പേര് സംശയിക്കുന്നുണ്ട്. അതായത് ടൊവിനോ ആണോ വില്ലൻ, അതേപോലെ പൃഥ്വിരാജ് ആണോ വില്ലൻ, ആ ലാസ്റ്റിൽ കാണിക്കുന്നില്ലേ ബാക്കിൽ നിന്ന് കാണിക്കുമ്പോഴേ ചതിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ, കട്ടപ്പയാവോ എന്നൊക്കെ പലരും സംശയിക്കുന്നുണ്ട്. ഒരിക്കലും അത് ഒരിക്കലുമില്ല. അത് കാണാൻ, അത് നമുക്ക് ഇതിനകത്തുനിന്ന് കാണാം. അത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതിൽ. പൃഥ്വിരാജ് ഒരിക്കലും ആ ഒരു സൈഡിലേക്ക് വരൂല. കാരണം ലാലേട്ടന്റെ ഇതിനകത്ത് വരാൻ പോകുന്ന സംഭവങ്ങളിൽ എനിക്ക് തോന്നിയൊരു സംഭവമാണ്. അതായത് ലാലേട്ടന് അനിയൻ എന്ന് പറഞ്ഞ് കൂടെ കൂട്ടാൻ പറ്റുന്ന ആള് പൃഥ്വിരാജായിരിക്കും. അത് രണ്ടാളുണ്ട്. അതായത് ഇടവും വലവുമായിട്ട് തന്നെ, ഒന്ന് ടൊവിനോ, ഒന്ന് പൃഥ്വിരാജ്. അതിലെ ഈ ടൊവിനോന്റെ ക്യാരക്ടർ ശരിക്കും നെഗറ്റീവ് രീതിയിലേക്ക് മാറുന്നുള്ള തന്നെയാണ് തോന്നുന്നത്. അതാ അങ്ങനെയാണ് കേട്ടോ നമുക്ക് ട്രെയിലറിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ. പിന്നെ ഈ ടീം മൊത്തത്തില് അതായത് ആർക്കും പിടികിട്ടാത്ത രീതിയിൽ എവിടെയോ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ്. അതെ, ആ ടീമിൻ്റെ മെയിൻ ആളായിട്ട് എപ്പോഴും ഈ ടീമിനെ സംരക്ഷിച്ച് പോരുന്ന, ആ രാജാവിനെ പോലും സംരക്ഷിക്കുന്ന ജനറലായിട്ട് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ അതിൽ കണ്ടില്ലേ. ആ ഒരു വലിയൊരു ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നത് ബൈനോക്കുലർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സംരക്ഷണം ഒരുക്കി അങ്ങനെ മുന്നോട്ട് പോകുന്ന ക്യാരക്ടർ. അതെ, അതൊരിക്കലും അവിടെ ചതി വരില്ല. അവിടുന്ന് ആ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുക വേണ്ട. മാത്രമല്ല ആൾക്ക് പ്രത്യേക വെപ്പ് അതിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് നീളത്തിലുള്ള. അതെ, അത് അവരുടെ ബ്രാൻഡ് നെയിം. അതെ, ആ ബ്രാൻഡ് നെയിമും പിന്നെ ജനറലിന് വേറൊരു രീതിയിലുള്ള കുറച്ച് നീളത്തിലുള്ളത്, കുറച്ച് നീളം കൂടിയ സംഭവം. ഒരേ രീതിയിലുള്ള ഇത് തന്നെ. അതായത് പിടിയൊക്കെ വൈറ്റ് ആണ്, ഇതിൻ്റെ ബട്ട് വൈറ്റ് കളറാണ്, ബാക്കിയുള്ളതൊക്കെ നീളത്തിലുള്ളതാണ്. നമുക്കിതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത് അത് ജനറലിനുള്ളത്. പിന്നെ മെയിൻ രാജാവിനുള്ളത് പക്ക ഇവരുടെ ലാൻഡ്മാർക്കായുള്ള ആ ഒരു റിവോൾവർ. പിന്നെ എന്താണെന്നറിയോ, വേറൊരു കാര്യത്തിൽ ഒരു സംശയം പോലെ പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോവിനോ അങ്ങനെ നെഗറ്റീവ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. അത് പറയാൻ പറ്റില്ലേ. കാരണം ലൂസിഫറിലും ഇതേപോലെ സ്റ്റീഫനെതിരെ നിൽക്കുന്ന ഒരാളായിട്ടാണ് ആദ്യം തോന്നിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ്. പിന്നീടാണ് ബോബിനോട് തിരിഞ്ഞ് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതായത് ഇവര് തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു എന്നുള്ളത്. ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ചേട്ടൻ വിളിച്ചിട്ട്. അതെ, അതുവരെ നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്താ, ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെന്നാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ മറ്റു പാർട്ടിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സമയങ്ങളിലും പല രീതിയിലായിരിക്കും പറയുന്നത്. എന്തായാലും ഇതിൽ ബന്ധങ്ങൾ പറയുന്നത് ബ്രദർഹുഡ് തന്നെയാണ് ഇതിന്റെ മെയിൻ സംഭവം. തീർച്ചയായിട്ടും. അപ്പൊ അതില് ഒന്നെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് ചതിയും ഒരു ഭാഗത്തുനിന്ന് പക്ക വിശ്വാസം അർപ്പിച്ചിട്ടുള്ള കൂടെ നിൽക്കുന്ന ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടറും. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ലെയർ പോകുന്നതെന്നുള്ളതാണ് തോന്നുന്നത്. ഇനി ബാക്കിയൊക്കെ നമുക്ക് 27-ാം തീയതി കാണാം. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. അടുത്ത ഡീകോഡിംഗ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നാളെ. ഇതെന്തായാലും ഒരു 1.5 പൊളി സാധനം തന്നെയാണ്. ഇനി ഇതൊക്കെ മേലെ ഒന്ന് വെക്കാനുണ്ടെങ്കിൽ വെക്കി. ഇത് ഇപ്പം പറഞ്ഞ ഇവന്ന് പറയാൻ പറ്റില്ല. സുരാജ് പറഞ്ഞത് എന്ത് കറക്റ്റ് ആണല്ലേ. ജംഗിൾ പൊളിയായിരിക്കും. ജംഗിൾ പൊളിയാ പൊളിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അത് കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും